താമരശ്ശേരി ചുരത്തിൽ ഗതാഗത തടസ്സം. 6-ാം വളവിൽ യന്ത്രത്തകരാറിനെ തുടർന്ന് ലോറി കുടുങ്ങിയത് കാരണം ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. രാവിലെ 8:30 ആരംഭിച്ച തടസ്സം ഇതുവരെ നീങ്ങിയിട്ടില്ല. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ നമുക്കൊപ്പം ചേരുകയാണ്. രതീഷ്, താഴെ കോഴിക്കോട് നിന്ന് വരുമ്പോൾ വയനാട്ടിലേക്ക് പോകുമ്പോൾ അടിവാരം മുതൽ മുകളിലേക്ക് വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. മുകളിൽ 9-ാം വളവ് മുതൽ താഴേക്കും നീണ്ട നിരയാണ് എന്നുള്ളതാണ് ചുരം സംരക്ഷണ സമിതി പ്രവർത്തകർ പറയുന്നത്. നല്ല കോടയുമുണ്ട്, അതുകൊണ്ട് ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. ചുരം അനങ്ങുന്നില്ലേ? വിനിൽ, തീർച്ചയായും രാവിലെ 8:30 മുതൽ ഇപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം ഉണ്ടായില്ല. നമുക്കറിയാം, ചുരത്തിലെ റോഡിൻ്റെ മോശം മാത്രമല്ല, അവിടെയുള്ള വലിയ വാഹനങ്ങളിൽ ഇടയ്ക്ക് വഴിയിൽ കേടാവുന്നതുമൊക്കെ ഇത്തരത്തിൽ വലിയ തോതിൽ ഈ പ്രധാന ചുരംപാതയിലെ യാത്രയെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ മണിക്കൂറുകളായി വലിയ കണ്ടെയ്നർ ലോറി ഉൾപ്പെടെ ഉള്ള നിരവധി വാഹനങ്ങൾ ഉണ്ട്. ഇനി ഈ തിരക്ക് വന്നതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട തിരക്ക്, ഈ വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ ഈ വലിയ പാതയിൽ, ഈ ചുരം പാതയിൽ നിറഞ്ഞതുകൊണ്ടുണ്ടാകുന്ന ഗതാഗത തടസ്സങ്ങളാണ് വരും മണിക്കൂറുകൾക്ക് ഉണ്ടാവുക. എന്തായാലും ചുരം പാതയുടെ നവീകരണം, വീതി കൂട്ടലും ഒക്കെ വീണ്ടും വീണ്ടും ചർച്ചയാവുക എന്നത് മാത്രമാണ് ഇത്തരം ഈ ഗതാഗത തടസ്സം ഉണ്ടാകുന്ന സമയങ്ങൾ ഉണ്ടാവുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് മാത്രം വലിയ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ ഗതാഗത ബദൽ പാതയെക്കുറിച്ച് ചർച്ച ചെയ്യും. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ദിനംപ്രതി ഈ ഇത്തരത്തിൽ സാധാരണ യാത്രക്കാരെ പൊടുന്നനെ വലയ്ക്കുന്ന രീതിയിൽ ഇങ്ങനെ ഗതാഗത തടസ്സം ഉണ്ടാവുന്നത്. ഉറപ്പായും വയനാട്ടിൽ നിന്ന് ചുരമിറങ്ങി കോഴിക്കോട്ടേക്ക് പോകുന്ന ആംബുലൻസുകൾക്ക് ഉൾപ്പെടെ ഈ ഗതാഗത തടസ്സം ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രതീഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ വയനാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്രയ കേന്ദ്രമാണ്, മാർഗമാണ് താമരശ്ശേരി ചുരം എന്ന് പറയുന്നത്. അത് തടസ്സപ്പെടുന്നത്, പ്രത്യേകിച്ച് ഒരു ശനിയാഴ്ച തടസ്സപ്പെടുന്നത് കൂടുതൽ ദുസ്സഹമാക്കും. കാരണം ഒരുപാട് സഞ്ചാരികൾ ഉൾപ്പെടെ ഇപ്പോൾ വയനാട്ടിലെ നല്ല കാലാവസ്ഥയെല്ലാം പരിഗണിച്ച് ചുരം കയറുന്ന സമയം കൂടിയാണ്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം